ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കമലേശ്വരത്തേക്ക് തിരികെ കയറാൻ വേണ്ടി മഹയുടെ കാല് പിടിക്കാൻ എത്തിയ കരുണയെ കരണത്തടിച്ച് ആട്ടിയിറക്കി വിടുകയാണ് മഞ്ജുവും ലേഖയും. കരുണ കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുന്നത് കാണുമ്പോൾ മഹയ്ക്കാണെങ്കിൽ പാവം തോന്നുന്നു. ശേഷം ഇവളെപ്പോലെയുള്ളവരെയൊക്കെ ഇങ്ങനെ തന്നെ വേണം കൈകാര്യം ചെയ്യേണ്ടതെന്ന് ലേഖയും. അവളുടെ അച്ഛൻ ജയിലിലേക്ക് പോയതോടെ അവൾക്ക് മനസ്സിലായി ഇനി ധാരാളത്തും കാണിച്ച് നടക്കാൻ പറ്റില്ലെന്ന്. അപ്പോൾ ഭർത്താവിൻ്റെ കൂട്ടു വേണമെന്ന് തോന്നി. അതിനു വേണ്ടിയിട്ട് ഏട്ടതയുടെ കാല് പിടിക്കാൻ വന്നതാണ് അവൾ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കരുണയെ പ്രാകുന്നുണ്ട് കേട്ടോ മഞ്ജു. പിന്നീട് തിരിച്ചെത്തുന്ന കരുണയുടെ നിൽപ്പ് കണ്ട് എന്തായി മോളെ എന്ന് മുത്തശ്ശി ചോദിക്കുന്നതും എന്താവാൻ എൻ്റെ മുഖത്തേക്ക് മുത്തശ്ശി ഒന്ന് നോക്ക് എന്ന് കരുണ പറയുന്നതും കരുണയുടെ മുഖത്തെ ആ പാട് കണ്ട് ആരാ മോളെ അടിച്ചതെന്ന് മുത്തശ്ശി വിഷമത്തോടെ ചോദിക്കുമ്പോൾ ആ മഞ്ജു ഇപ്പോൾ അവൾ കണ്ണൻ്റെയും ലക്ഷ്മിയുടെയും പക്ഷത്താണല്ലോ. അച്ഛനോടുള്ള ദേഷ്യമാണ് അവൾ എൻ്റെ കരണത്ത് തീർത്തതെന്ന് പറയുന്നുണ്ട് കേട്ടോ കരുണ. ഇതേ സമയം മോഹിനി വരുന്നു. മഹാലക്ഷ്മിയുടെ കണ്ട് കാല് പിടിക്കാൻ പോയ എൻ്റെ കുഞ്ഞിനെ അവിടെ ഉരുത്തി കരണത്തടിച്ചുകൊണ്ടാണ് സ്വീകരിച്ചത് എന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ ലേഖയ്ക്കും മഞ്ജുവിനൊക്കെ മോളോട് ഇപ്പോൾ ഭയങ്കര ദേഷ്യമാണ്. അതുകൊണ്ട് നീ ഈ സമയത്ത് അങ്ങോട്ടേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നുണ്ട് കേട്ടോ മോഹിനി. മോൾക്ക് പിന്നെ ഒരു ജീവിതം വേണ്ടേ? അച്ഛനില്ലാത്ത ഒരു കുഞ്ഞിനെ മോൾ ജന്മം നൽകാതിരിക്കാൻ വേണ്ടി മോള് ഉണ്ണിയോടൊപ്പം തന്നെ ജീവിക്കണം. അതിനാണ് എൻ്റെ കുഞ്ഞ് നിൻ്റെ മോളെ കാണാൻ പോയത്. കമലേശ്വരത്തേക്ക് മോളെ എങ്ങനെയെങ്കിലും തിരികെ കയറ്റണം മോഹിനി എന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ പ്രസവം വരെ മോൾ ഇവിടെ തന്നെ നിൽക്കുന്നതല്ലേ അമ്മയെ നല്ലത് എന്ന് മോഹിനി ചോദിക്കുമ്പോൾ അങ്ങനെ ഇവിടെ എങ്ങ് നിന്ന് കഴിഞ്ഞാൽ നിന്ന് പോകത്തേ ഉള്ളൂ. ഉണ്ണി മോളെ തിരികെ വിളിക്കില്ല, അതാണ് അവൻ്റെ സ്വഭാവം എന്ന് മുത്തശ്ശി പറയുമ്പോൾ അങ്ങനെ അവൻ്റെ ഭാര്യയോടും കുഞ്ഞിനോടൊന്നും സ്നേഹമില്ലാത്ത ഒരാളെ പിന്നെ എന്തിനാ മോൾ അവനോടൊപ്പം ജീവിക്കുന്നത് എന്നെല്ലാം മോഹിനി ചോദിക്കുമ്പോൾ ഇപ്പം നിൻ്റെ മോൾക്ക് നല്ലൊരു കുടുംബമായിട്ട് ജീവിക്കുകയാണല്ലോ, അപ്പോൾ എൻ്റെ മോൾ അങ്ങനെയൊന്നും പാടില്ല അല്ലേ? എന്തായാലും മോഹിനി നിന്നെ കണ്ണന് വലിയ കാര്യമാണല്ലോ, അപ്പോൾ മോൾക്ക് വേണ്ടി നീ കണ്ണനോടൊന്ന് സംസാരിക്കുക. ഇനി മോളുടെ ആ പഴയ സ്വഭാവമൊന്നും എടുക്കില്ല, ശാന്തമായിട്ട് തന്നെ അവിടെ ജീവിച്ചോളും എന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ എനിക്ക് ഇവളെക്കുറിച്ച് അങ്ങനെ ഒരു ഉറപ്പ് കണ്ണന് കൊടുക്കാൻ പറ്റില്ല. പ്രതാപൻ കണ്ണൻ്റെ അച്ഛനെ കൊന്നു എന്നറിഞ്ഞിട്ടും കണ്ണൻ കേസിനൊന്നും പോയില്ല. എന്നിട്ടും ഇവളെന്താ ചെയ്തത്? പാവായി നിന്നുകൊണ്ട് ലക്ഷ്മി മോളെ തള്ളിയിട്ടു എന്നെല്ലാം മോഹിനി കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുമ്പോൾ ആ സമയത്ത് ലക്ഷ്മി എന്നെ അവിടെ ഇട്ട് കഷ്ടപ്പെടുത്തിയ കാര്യം അമ്മ എന്താ പറയാത്തത്? എന്നെ ഒരു വേലക്കാരിയെ പോലെയല്ലേ അവളെല്ലാം പണികളും അവിടുത്തെ ചെയ്യിപ്പിച്ചത് എന്നെല്ലാം കരുണ പറയുമ്പോൾ വീട്ടുപണി ചെയ്യുന്നതൊക്കെ പെൺകുട്ടികളെ സംബന്ധിച്ച് അത്ര വലിയ കുറച്ചിലൊന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മോഹിയും നല്ല മറുപടി തന്നെ കരുണയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഇവളെ ഇനി കമലേശ്വരത്തേക്ക് തിരികെ കയറ്റണോ എന്ന് തീരുമാനിക്കേണ്ടത് കണ്ണനാണ്. ഇവള് നന്നായി എന്ന് കണ്ണനും ലക്ഷ്മി മോൾക്കും തോന്നിക്കഴിഞ്ഞാൽ അവരിവളെ തിരികെ വിളിക്കും. അല്ലാതെ ഞാനായിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു ശുപാർശയ്ക്കും പോവില്ല എന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ മോഹിനി. തുടർന്ന് ഇത്രയൊക്കെ ഇവൾ ചെയ്തിട്ടും ലക്ഷ്മി മോൾക്ക് ഇവളോട് സ്നേഹം ഉള്ളതുകൊണ്ട് മാത്രമാണ് പ്രതാപനെയും വാമനെയും കോടതി കയറ്റിയപ്പോഴും ഇവളെ ഒന്നും ചെയ്യരുതെന്ന് ലക്ഷ്മി മോൾ കണ്ണനോട് പറഞ്ഞത്. അല്ലെങ്കിൽ ഇവളെയും അമ്മയ്ക്കിപ്പോൾ ജയിലിൽ പോയി കാണേണ്ടി വരുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മോഹിനി പോകുന്നു. ശേഷം മോൾ ഇതൊന്നും കേട്ട് കുലുങ്ങരുത്, ഇനി മോൾ ജീവിക്കേണ്ടത് ഉണ്ണിയുടെ കൂടെ തന്നെയാണ്. അത് വീടിനകത്തായാലും ശരി പുറത്തായാലും ശരി അവനുള്ളിടത്ത് വേണം നീ കഴിയാൻ എന്നെല്ലാം മുത്തശ്ശി ഉപദേശിച്ചു കൊടുക്കുന്നു. അത് കേട്ട് എന്തോ ഒന്ന് മനസ്സിൽ തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ട് കേട്ടോ കരുണ. പിന്നീട് ഹോസ്പിറ്റൽ ലേഖയാണെങ്കിൽ പഴയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം മഹിയോട് പറയുന്നു. കണ്ണേട്ടൻ്റെ അച്ഛൻ അനന്തുവേട്ടനെയും ബൈക്കിലിരുത്തി പോകാറുണ്ടായിരുന്നു എന്നും അവരുടെ 2 ഫാമിലീസും തമ്മിൽ നല്ല സ്നേഹത്തിലാണ് കഴിഞ്ഞിരുന്നത്. ആ ആക്സിഡൻറ്റിന് ശേഷം ബോധമില്ലാതെ ICUയിൽ കിടന്ന കണ്ണേട്ടന് അച്ഛൻ്റെ ബോഡി പോലും കാണാൻ കഴിഞ്ഞിരുന്നില്ല എന്നെല്ലാം ലേഖ പറയുമ്പോൾ അതൊക്കെ അനന്തുവേട്ടൻ വീട്ടിൽ വരുമ്പോൾ എന്നോടും പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ മഞ്ജു. ഇതേ സമയം മോഹിനി വരുന്നു. മോഹിനിയെ കാണുമ്പോൾ തന്നെ മോൾക്ക് ഞാനൊരു അടി വെച്ച് കൊടുത്തിട്ടുണ്ട് എന്ന് മഞ്ജു പറയുന്നതും അവൾ ചെയ്ത തെറ്റിന് അവളും ജയിലിൽ പോകേണ്ടത് തന്നെയാണെന്നാണ് മോഹിനി പറയുന്നത്. കണ്ണേട്ടൻ്റെ വീട്ടിൽ തിരികെ കയറാൻ വേണ്ടിയിട്ട് അവൾ അമ്മയെയും സ്വാധീനിക്കും എന്നെല്ലാം സ്വാധീനിച്ചു എന്ന് ചോദിക്കുമ്പോൾ അതിൽ അവസാനത്തെ തീരുമാനം കണ്ണൻ്റെയാണെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് മോഹിനി. കരുണ ഒരിക്കലും നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ലേഖ പറയുമ്പോൾ നൂലുകെട്ട് കഴിഞ്ഞ് ഏട്ടത്തി കുഞ്ഞിനെയും കൊണ്ട് അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവൾ അവിടെ ഉണ്ടെങ്കിൽ ഏട്ടത്തിക്കും കുഞ്ഞിനും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല എന്ന് മഞ്ജുവും പറയുന്നു. തുടർന്ന് മഞ്ജുവും ലേഖയും ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് മഹിയോട് യാത്ര പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുന്നു. അതിനു മുമ്പ് വീണ്ടും കരുണയെ തല്ലിയതിന് മോഹിനിയോടായിട്ട് ക്ഷമ പറയുന്നുണ്ട് കേട്ടോ മഞ്ജു.
ശേഷം കണ്ണേട്ടനും ഉണ്ണിക്കും വിരോധമില്ലെങ്കിൽ നീ കമലേശ്വരത്തേക്ക് തിരികെ വരുന്നതിൽ എനിക്കും എതിർപ്പൊന്നുമില്ല എന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടെന്ന് മഹി പറയുമ്പോൾ അവൾക്ക് അവളുടെ മുത്തശ്ശി എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് അവൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി നൽകാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അവൾ നന്നാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു പ്രതീക്ഷയില്ല എന്ന് മോഹിനി പറയുമ്പോൾ വയറ്റിലൊരു കുഞ്ഞുമായിട്ട് അവൾ മുന്നിൽ വന്നു നിന്ന് കരഞ്ഞപ്പോൾ മനസ്സിൽ പാവം തോന്നിപ്പോയി. ഉണ്ണി ഇനി അവളെ തിരികെ വിളിക്കൂ എന്ന് പറയുമ്പോൾ അതൊന്നും എനിക്ക് അറിയില്ല മോളെ എന്ന് മോഹിനി പറയുന്നതും അവൻ്റെ അമ്മായി അച്ഛൻ എന്തെങ്കിലുമൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ തിരികെ വിളിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി. എങ്കിലും അവരെ നന്നായിട്ട് തന്നെ പേടിപ്പിച്ചു വിട്ടിട്ടുണ്ട്. കേസ് നടത്താൻ നല്ല തുക ചിലവാവില്ലേ, കണ്ണനും നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരില്ലേ എന്നെല്ലാം മോഹിനി ചോദിക്കുമ്പോൾ അതൊരു ഭയമായിട്ട് അവരുടെ ഉള്ളിൽ തന്നെ കിടക്കട്ടെ എന്ന് പറയുന്നുണ്ട് മഹി. തുടർന്ന് മഞ്ജുവിൻ്റെ അമ്മയ്ക്കും നല്ല മാറ്റമുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും മാറട്ടെ, വഴക്കും അസൂയയൊക്കെ മാറ്റിവെച്ച് എല്ലാവരും പരസ്പരം ഒന്നിച്ചു കഴിഞ്ഞാൽ ഇതിലും മനോഹരമായിട്ടുള്ള ഒരു കുടുംബം വേറെ ഇല്ല എന്നും മഹി കൂട്ടിച്ചേർക്കുന്നു. ഇത് കേൾക്കുന്ന മോഹിനിയാണെങ്കിൽ കണ്ണൻ ജീവന് തുല്യം സ്നേഹിച്ച അച്ഛൻ്റെ ജീവനെടുത്ത ആളുടെ മകളോട് ഏതായാലും കണ്ണനും ദുർഗയ്ക്കും ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല എന്നാണ് കേട്ടോ മോഹിനി പറയുന്നത്. പിന്നീട് കാണിക്കുന്നത് ദുർഗയാണെങ്കിൽ പഴയ കാര്യങ്ങളെല്ലാം ആലോചിച്ച് നിയന്ത്രണം വിട്ട് കുറ്റബോധം കൊണ്ട് പൊട്ടിക്കരയുന്നു. ഇതേ സമയം കണ്ണൻ്റെ കാറിൻ്റെ ശബ്ദം കേൾക്കുന്നതും ദുർഗ ചെല്ലുന്നുണ്ട്. തൻ്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ദുർഗയെ കണ്ട് എന്തിനാ കരയുന്നതെന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ എൻ്റെ ആങ്ങള ഇത്ര ദുഷ്ടനാണെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മോനെ എന്ന് ദുർഗ പറയുന്നതും ആങ്ങള മാത്രമല്ല അയാളുടെ മോനും ഭാര്യയൊക്കെ ദുഷ്ടരാണെന്ന് പറയുന്നുണ്ട് കണ്ണൻ. തുടർന്ന് പഴയ ചില കാര്യങ്ങളും കണ്ണൻ പറയുന്നു. ഇനി അങ്ങനെ ഒരു ബന്ധുക്കൾ എനിക്കും നമുക്ക് ആർക്കും വേണ്ട, ഞാൻ അവരുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം മുറിച്ചു മാറ്റി എന്ന് ദുർഗ പറയുമ്പോൾ ഇതിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. നിങ്ങളെല്ലാവരും നിങ്ങളുടെ സ്വന്തം കാര്യം നടന്നു കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെയൊക്കെ പൂങ്കണ്ണീരൊഴുക്കുന്നത്. സ്വന്തം പെങ്ങളോട് പോലും വഞ്ചന കാണിച്ചവനാണ് വാമദേവൻ. അയാളുടെ കയ്യിൽ നിന്നും പണം വാങ്ങി അച്ഛനെ കൊന്നവനാണ് പ്രതാപൻ. അല്പമെങ്കിലും മനുഷ്യത്വം ഉള്ളവരാണെങ്കിൽ ഈ പറയുന്നവരുമായിട്ടുള്ള ഒരു ബന്ധത്തിനും ഇനി പോകില്ല എന്നും കണ്ണൻ പറയുന്നു. പക്ഷേ ഈ വീട്ടിലുള്ളവരെ ഒന്നും പൂർണ്ണമായിട്ട് വിശ്വസിക്കാനായിട്ട് എനിക്ക് കഴിയില്ല. എൻ്റെ മഹിയും പിന്നെ എൻ്റെ അടുത്ത ചില കൂട്ടുകാരും ഉണ്ട്, അവരെ മാത്രമേ എനിക്ക് വിശ്വസിക്കാൻ കഴിയൂ. ഏക ആശ്വാസം മഞ്ജുവാണ്. അവളെല്ലാം നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ് മാറി ഞങ്ങളോടൊപ്പം നിന്നു എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ ഇനി ഞാനും നിൻ്റെ കൂടെ തന്നെയുണ്ട് മോനെ. അത് സമ്പത്തോ പണമോ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. അത്രയ്ക്ക് ഞാൻ തകർന്നു പോയി. ഞാനും ഉണ്ണിയും പ്രതാപനും വാമനയും അറസ്റ്റ് ചെയ്തു കൊണ്ടുവന്ന സമയത്ത് ഞങ്ങളെല്ലാം അറിയും, ഞങ്ങൾ തകർന്നു പോകും എന്നെല്ലാം നീ പറഞ്ഞപ്പോൾ ഇത്രയ്ക്കായിരിക്കും അതിൻ്റെയൊക്കെ ആഴമെന്ന് ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചില്ല. അതിൻ്റെ കാരണം ഇതാകുമെന്നും കരുതിയില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദുർഗ വീണ്ടും പൊട്ടിക്കരയുന്നുണ്ട്. തുടർന്ന് എൻ്റെ അച്ഛൻ്റെ കൊലയാളികളെ ദൈവം വെറുതെ വിട്ടില്ല. എന്നെ കൈ നടത്താൻ വേണ്ടിയിട്ട് അന്ന് ആക്സിഡൻറ്റിന് സാക്ഷിയായ മഹിയെ മാറ്റിവെച്ചു. എന്നിട്ട് ഞങ്ങൾ മുതിർന്നപ്പോൾ ഞങ്ങളെ ഒന്നിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതെനിക്ക് മനസ്സിലായി. രണ്ടാം വിവാഹം ആയതുകൊണ്ട് വിശ്വേട്ടനുമായിട്ടുള്ള വിവാഹബന്ധം വേണ്ട എന്ന് ഞാൻ എൻ്റെ ആങ്ങളയോട് പറഞ്ഞതാണ്. പക്ഷേ അയാൾ എൻ്റെ അച്ഛനെയും അമ്മയെയൊക്കെ സ്വാധീനിച്ച് നിർബന്ധിച്ച് വിശ്വേട്ടനെ വിവാഹം കഴിപ്പിച്ചു. നല്ല സ്വഭാവമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ വിവാഹം കഴിച്ചതിന് ശേഷം അയാൾ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് തന്നെ എനിക്ക് മനസ്സിലായി. മോനുൾപ്പെടെ 2 കുട്ടികളെയും കൊണ്ട് സന്തോഷമായിട്ട് തന്നെയാണ് വിശ്വേട്ടനോടൊപ്പം ഞാൻ കഴിഞ്ഞത്. വിശ്വേട്ടനെ പോലെ ഒരു നല്ല മനുഷ്യനെ ഭർത്താവായിട്ട് അധികമാർക്കും കിട്ടില്ല എന്നും എനിക്ക് മനസ്സിലായി. പക്ഷേ അങ്ങനെ ആളെയാണ് അയാൾ ഇല്ലാതാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് ദുർഗ വീണ്ടും നിയന്ത്രണം വിട്ട് കരയുന്നുണ്ട്. എന്തായാലും ആങ്ങളുടെ ചതി തിരിച്ചറിഞ്ഞല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണനും. ഇതേ സമയം ഉണ്ണി വരുന്നുണ്ട്. കൊലയാളിയുടെ മകളെ ഇനി നീ തിരിച്ചു വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ, അവളെ ഇവിടേക്ക് തിരിച്ചു വിളിക്കാൻ പോവുകയാണോ എന്നെല്ലാം കണ്ണൻ ചോദിക്കുമ്പോൾ അവളിവിടേക്ക് തിരിച്ചു കയറാൻ വേണ്ടിയിട്ട് അവളുടെ മുത്തശ്ശി ഇവിടെ വന്നിരുന്നു എന്നും അവരെ ഞാൻ ആട്ടിയിറക്കി വിട്ടു എന്നെല്ലാം ദുർഗ പറയുമ്പോൾ അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ട് എന്ന് ഉണ്ണി പറയുന്നതും ആ കുഞ്ഞിനെയും കൊണ്ട് അവൾ എവിടെയെങ്കിലും പോട്ടെ, അവളുടെ മുത്തശ്ശി അവളെ നോക്കിക്കോളും. നിൻ്റെ അച്ഛൻ്റെ കൊലയാളിയുടെ മോളാണ് അവൾ, ഇനി നമുക്ക് അവളെ വേണ്ട എന്ന് ദുർഗ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ഉണ്ണിയോട്. ഇത് കേൾക്കുന്ന കണ്ണനാണെങ്കിൽ പ്രതാപൻ്റെ സ്വത്തിലാണ് നിൻ്റെ കണ്ണെങ്കിൽ അയാൾ ഉടനെ തന്നെ പാപ്പരാകും. കേസിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി അയാൾക്ക് ഒരുപാട് ചിലവ് വരും. മാത്രമല്ല ചിന്തിക്കാൻ കഴിയാത്ത നഷ്ടപരിഹാരം അയാൾ നമുക്ക് തരേണ്ടി വരും.
നമ്മുടെ അച്ഛൻ്റെ കൊലയാളിയുടെ മകളെ നീ സ്വീകരിച്ചാലും പാപ്പരായ ഒരു അമ്മായിയച്ഛൻ്റെ മകളെ നീ സ്വീകരിക്കില്ല എന്നുള്ള കാര്യവും എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നീ അവളെ കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇതും നിൻ്റെ മനസ്സിലുണ്ടായിരിക്കണം. ഇനി അവൾ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവൾ മാത്രമല്ല നീയും പുറത്തു പോകും എന്നുള്ളൊരു ശക്തമായിട്ട് താക്കീത് നൽകിക്കൊണ്ട് കണ്ണനകത്തേക്ക് പോകുന്നു. ശേഷം എന്താണ് അവളെ തിരികെ കൊണ്ടുവരാനാണോ നിൻ്റെ തീരുമാനം എന്ന് ദുർഗ ചോദിക്കുമ്പോൾ അവളുടെ മുത്തശ്ശി വേണ്ടതെല്ലാം തരാമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ അവളെ സ്വീകരിച്ചാലെന്ന് മനസ്സിൽ സ്വയം പറയുന്നുണ്ട് കേട്ടോ ഉണ്ണി. അവളെ നമുക്കിനി വേണ്ട, അവൾ ജീവിക്കുകയോ മരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുർഗയും അകത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് മഞ്ജുവും സാഗറും ബൈക്കിൽ ഒരു വീടിന് മുന്നിൽ എത്തുന്നുണ്ട്. അപ്പോൾ മാർക്കോയും അവരോടൊപ്പം വരുന്നുണ്ട്. തുടർന്ന് രണ്ടുപേരെയും അടുത്തേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ മാർക്കോ. അപ്പോൾ കണ്ണൻ സാറ് ഈ വീടിൻ്റെ താക്കോൽ നിങ്ങളെ ഏൽപ്പിക്കാൻ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് മാർക്കോ ഒരു താക്കോൽ കാണിക്കുന്നു. അപ്പോൾ ഇത് കേൾക്കുന്ന സാഗർ ഞാൻ കണ്ണൻ സാറിനെ വിളിച്ചിരുന്നു എന്നും ഒരു ഗിഫ്റ്റ് ഉണ്ടെന്ന് കണ്ണൻ സാറ് പറഞ്ഞു എന്നും പറയുമ്പോൾ ആ ഗിഫ്റ്റാണ് ഈ വീട് എന്ന് പറഞ്ഞുകൊണ്ട് ആ വീടിൻ്റെ താക്കോൽ മാർക്കോ സാഗറിനെയും മഞ്ജുവിനെയും ഏൽപ്പിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്